കൊണ്ട് വേറെ ഒന്നും ചെയ്യരുത്. വന്നിട്ട് നീയൊക്കെ എന്ത് ചെയ്യും? നീയൊക്കെ എന്റെ കാര്യം എന്താ വിഷയം? ചേട്ടാ ഒന്ന് ഹെൽപ്പ് ചെയ്യട്ടോ. എടാ കാര്യം പറയാനേ, ഒന്ന് വിട്ട് സഹായിക്കാന്നേ കാര്യം പറ. എന്താ സംഭവം? പ്രേമിക്കാൻ പറ്റുന്നില്ല. ആന്തരാ വൺസൈഡാണോ സിംഗിളാണോ? ഞങ്ങൾക്ക് എല്ലാവർക്കും അഫയേഴ്സും ഉണ്ട്. പിന്നെ എന്താ പ്രശ്നം? എന്താ അത് ഈ സൈക്കോളജിക്കൽ പ്രോബ്ലംസ് വല്ലതും അല്ല ഈ മനഃശാസ്ത്രപരമായിട്ട് അങ്ങനെ എന്തെങ്കിലും? മനഃശാസ്ത്രം കുഴപ്പമൊന്നുമല്ലോ. അല്ല അങ്ങനെയൊന്നും അല്ല സാറേ. പിന്നെ എന്താ പ്രശ്നം? എന്താ കാര്യം പറ. സീനെന്താ? ഞങ്ങളുടെ കോളേജിൽ ഒരു ടീച്ചറുണ്ട്, പുള്ളിക്കാരുടെ പ്രശ്നം. ഈ പ്രശ്നം എന്ന് പറയുമ്പോ മനസമാധാനമായിട്ട് പ്രേമിക്കാൻ പറ്റില്ലെന്നേ. ആസ് യൂഷ്വൽ ക്ലാസ് എടുത്ത് പ്രേമത്തിൽ നിന്ന് മാറ്റി വീട്ടിൽ വിളിച്ചു പറയാം. ഈ സൈസ് തൊലിഞ്ഞിടപാടാ, നിങ്ങൾക്ക് അറിയോ? ഇല്ല. നിങ്ങൾ നോക്കി, ഒരു വാലന്റൈൻസ് ഡേ പോലും ഗതി കിട്ടാത്ത ഒരു കൂട്ടം പ്രേമാത്മാക്കളുള്ള കോളേജ് അത്. എടാ എന്നാ പിന്നെ നിനക്കൊക്കെ അവിടെ ചേരാതിരുന്നൂടെ? ഞങ്ങളുടെ ഇഷ്ടത്തിന് ചേരാനാ, വീട്ടുകാരോട് ചേർപ്പിക്കല്ലേ. ആ കോളേജിന്റെ ബ്രൗഷർ തന്നെ ലവ് ഇൻ ക്യാമ്പസ്. കഷ്ടം തന്നെ മക്കളെ നിങ്ങളുടെ കാര്യം. സാറൊന്ന് വന്നം, ഒന്ന് സഹായിക്കണം. ഇത് കഴിഞ്ഞിട്ടുള്ളൂ ഇനി എന്തും. അല്ല ക്യാമ്പസിന്റെ പേരെന്താ? ലവ് ഇൻ ക്യാമ്പസ്. നല്ല പേര്. ഇതാണ് ഞങ്ങളുടെ ലവ് ഇൻ ക്യാമ്പസ്. കൊള്ളാം സാറേ. ഗ്ലാസ് എൻ്റെ വേറെ ഉണ്ട്. പെമ്പിള്ളേരെ കണ്ടത് ഗുമ്മാവ്. ഒരു സ്വാഗ് ഇട്ട് നടക്ക്. സ്വാഗ് ഇങ്ങോട്ടല്ല അങ്ങോട്ട്. സോറി. സ്റ്റുഡൻസ് ആയിരിക്കും. സാറിനെ പറ്റി ഒരുപാട് കേട്ടിട്ടുണ്ട്, ഇന്നാ കാണാൻ സാധിച്ചത്. ആണോ? ഓ ഞാൻ ഇത്ര ഫേമസ് ആണോ? പിന്നെ സാറിന് ഭയങ്കര ഫാൻസ് അല്ലേ? അതെ. എനിക്കോ? ഞാൻ അറിയാതെ പോയല്ലോ. നമുക്ക് ടീച്ചറെ കാണാല്ലേ? ബൈ ദ ബൈ ടീച്ചർ എന്താ പഠിപ്പിക്കുന്നത്? കെമിസ്ട്രി. ഓക്കെ. അതെ ഞങ്ങളില്ല, ഞങ്ങൾ വന്നാൽ ഞങ്ങൾക്ക് കുഴപ്പമാണ്. ടീച്ചറുടെ കൂത്തമ്പലത്തിനകത്തുണ്ടാവും. കൂത്തമ്പലത്തിൽ ആ ഒരു റെഡ് സാരി. ഓക്കെ എന്നാ പിന്നെ ഞാൻ തന്നെ പോയേക്കാലേ. എന്നാൽ ഈ കെമിസ്ട്രി ടീച്ചർക്ക് കൂത്തമ്പലത്തിന് എന്താണ് കാര്യം? ഇതെന്താ കുട്ടികളെ ഇങ്ങനെയല്ല ഇത് എഴുതേണ്ടത്. അവിടെ ഇരിക്കണം. റെഡ് സാരി. അപ്പൊ ഇത് തന്നെ പ്രേമവിരോധിയായ ടീച്ചർ. ഇതിങ്ങനല്ലേ മിസ് എഴുതണ്ടേ? മാഡം ഇപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ എസ് എന്നൊക്കെ പറയാം, എന്നാ പ്രേമിക്കുന്ന എസ് പറഞ്ഞാൽ നിങ്ങൾക്ക് പിടിക്കില്ല. ആർക്കൊരു ഉപയോഗമില്ലാത്ത പീരിയോഡിക് ടേബിളിലെ സംഭവം പഠിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയില്ലേ മനസ്സുകളുടെ ഒരു കോവാലാൻഡ് ബോണ്ടാണ് ഈ പ്രണയമെന്ന്? ഇപ്പൊ ഇങ്ങനെ ഉണ്ടായിരുന്നിട്ട് യാതൊരു കാര്യമില്ല. എത്രയൊക്കെ പഠിപ്പിച്ചോണ്ട് എന്താ കാര്യം? ആദ്യം മനസ്സിലാക്കാൻ പഠിക്കണം. നിങ്ങൾ ബയോളജി ടീച്ചറാണെങ്കിൽ ചിലപ്പോ നിങ്ങൾക്ക് കെമിസ്ട്രി മനസ്സിലായേനെ അല്ലേ? അല്ലേ അല്ലേ? എടാ ഇവിടെ മിണ്ടായിട്ട് യാതൊരു കാര്യമില്ലാന്ന്. എന്താടാ നീക്ക്? ഇതേ നോക്ക് ടീച്ചറെ, നിങ്ങളുടെ ശല്യം സഹിക്കാൻ വയ്യാത്തോണ്ടാണ് ഇവര് എന്നെ ഇവിടെ കൊണ്ടുവന്നത്. ഇനി എല്ലാ പ്രേം പൊളിക്കാനാണ് നിങ്ങളുടെ പ്ലാനിങ്. ഞാൻ ഈ പെണ്ണെ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടി. ഈ കുട്ടിക്ക് ഇഷ്ടമാണെങ്കിൽ ഞാൻ ഈ കുട്ടിയെ കെട്ടുകയും ചെയ്യും, ഒരുമിച്ച് ജീവിക്കുകയും ചെയ്യും. അതിന് ടീച്ചറല്ല ഇവിടുത്തെ പ്രിൻസിപ്പൾ ചോദിച്ചാൽ എനിക്ക് യാതൊരു വിഷയമില്ല. എല്ലാം തീരുമാനം. ഐ ലവ് യു. എനിക്ക് തന്നെ ഇഷ്ടമാണ്. താൻ ഈ കോളേജിലാണോ? താനാരാ? നിങ്ങൾക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. നോക്കണം. 2 റെഡ് സാരിയോ? 2 റെഡ് സാരി അല്ലേ? എനിക്ക് ആള് മാറിപ്പോയോ എന്ന് ഒരു സംശയം. മാറിയെന്ന് മാത്രമല്ല, സാർ ഒതുക്കാൻ വന്ന മിസ്സിന് സാർ പ്രപ്പോസും ചെയ്തു. അതാണ് ഞങ്ങൾ പറഞ്ഞ മിസ് പല്ലവി മിസ്. ആണോ? റിയലി? എന്നാൽ നിങ്ങളുടെ പല്ലവി മിസ്സിനെ എൻ്റെ മിസ്സീസ് ആക്കിയിട്ട് പകരുക. ഓക്കെ ഒരു സെക്കൻഡ്.
ആ കാലം പാർത്തം കാരണം വല്ല പുട്ടും തിന്നിരുന്നാ മതി. താൻ ആരാ? ഞാനേ താൻ ആരാ തന്റെ വിചാരം? അല്ല ഞാൻ എന്തർത്ഥത്തിൽ എന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞേ, അതും ആ ടീച്ചറിന് മുമ്പ് വെച്ച്. എടോ താനത് ചിരി നിർത്തിക്കേ. തന്റെ ID കാർഡ് കാണിക്കണോ? താൻ ഈ കോളേജിലാണോ? താൻ എന്താ ഒന്നും മിണ്ടാത്തത്? തൊട്ടു തൊട്ടേ വന്നു ദൂരെ ദൂരെ ഇനി പോകാതെ. ഓ മനുഷ്യന്റെ റൊമാൻറ്റിക് മൂഡ് കളയല്ലേടാ കാല. കുറച്ചുകൂടി കഴിഞ്ഞാലേ നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കിടന്ന് റൊമാൻസ് കളിക്കേണ്ടി വരും കേട്ടാ. എന്താ എന്തുപറ്റി? എടോ തള്ളിപ്പിച്ചാവും. ഏതള്ള ഇന്ന് കയറി വന്നില്ലേ ആ മുത്തശ്ശി, ആ വൈറ്റ് കെയർ ലേഡി? എന്താ സംഭവം? അതൊന്നും അറിയില്ല. ഇവിടെ കിടന്ന് അന്ധവിശ്വാസം വിളിക്കുന്നുണ്ട്. ഈ പെരട്ട് തള്ളനെ കൊണ്ട് ഞാൻ കിടി മുക്കിടി പറ്റിയ മക്കട കുട്ടികൾ ഒത്തിരി ഒത്തിരി മണ്ട പുകച്ചു കുതിച്ചു നടന്നത് നിന്നോട് പിന്നാലെ. അക്കരെ നിക്കണ ചക്കര മാവിലെ മമ്പട പെണ്ണലെ മുഞ്ചുള്ള പെണ്ണലെ ഇക്കരെ നിക്കണ നമുക്ക് കളനെ മൈൻഡാക്കില്ലേ. പള്ളിക്കൂട കാലം തൊട്ടേ നെഞ്ചാകെ